പ്രൈസ് ലോർഡ്. വേദപുസ്തകത്തിലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള പഴയ നിയമത്തിലെ ഒരു അനുഗ്രഹീത ചെറിയ പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. അത് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നും ഒരു കുടുംബം ക്ഷാമം നിമിത്തം മോവാബിലേക്ക് ഇറങ്ങിപ്പോകുന്നു. എലീമേലെക്ക്, നവോമി, രണ്ട് മക്കൾ മഹ്ളോൻ, കില്യോൻ, ഇവർ ഒരുമിച്ച് കടന്നു പോകുന്ന യാത്ര. 10 വർഷത്തിനകം ഇവർ ആ ദേശത്തു നിന്ന് മടങ്ങി വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ആ മോവാബിൽ വെച്ച് എലീമേലെക്കും മഹ്ളോൻ, കില്യോൻ ഇവർ മരിച്ചു. ഈ 2 മക്കളും അവിടെ ചെന്ന് വിവാഹം കഴിച്ചു. ബേത്ലഹേമിൽ ധാന്യം ആയി എന്നറിഞ്ഞപ്പോൾ മടക്കയാത്രയിൽ നവോമിയോടൊപ്പം രൂത്ത് വരുന്നു. രൂത്തും നവോമിയും കൂടെ മടങ്ങി വരുന്നു. വന്ന അന്ന് തന്നെ കൊയ്ത്തുകാലമായതുകൊണ്ട് രൂത്ത് കാലാ പറക്കാൻ ബോവസിന്റെ വയലിൽ പോയി. ആ ബോവസിന്റെ വയലിൽ കാലാ പറക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് നവോമി രൂത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോളെ, നീ ചെറുപ്പമാ, നിനക്കൊരു വിവാഹം ആവശ്യമുണ്ട്, ഒരു വീണ്ടെടുപ്പുകാരനെ ആവശ്യമുണ്ട്. അങ്ങനെ രൂത്ത് ബോവസിന്റെ വയലിൽ ചെന്നപ്പോൾ ബോവസ് കാര്യം മനസ്സിലാക്കി. ബോവസ് രൂത്തിനോട് പറയുന്നൊരു വാക്കിങ്ങനെയുണ്ട്: ഏറ്റവും അടുത്ത മറ്റൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അദ്ദേഹം അത് ചെയ്തില്ല എങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുത്തുകൊള്ളാം. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് നമുക്ക് അല്പം കൂടെ ചിന്തിച്ചാൽ കാണാൻ കഴിയുന്നത് രൂത്ത് അല്പം കൺഫ്യൂസ്ഡായി. ഇതിപ്പോൾ ആരാണ് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്? ആരാണ് എന്നെ വീണ്ടെടുക്കാൻ പോകുന്നത്? എൻ്റെ ഭാവി എന്താകും? ഇങ്ങനെ ചിന്തിച്ച് ആകുലപ്പെട്ടിരുന്നപ്പോൾ നവോമി രൂത്തിനോട് പറയുന്നൊരു വാക്കുണ്ട്: ഈ വിഷയം നീ ബോവസിൻ്റെ എത്തിച്ചു. ഈ കാര്യം തീരും വരെ നീ സ്വസ്ഥമായിട്ടിരിക്കുക. അടുത്ത വാചകത്തിൽ പറയുന്നത് ആ ആൾ സ്വസ്ഥമായിട്ടിരിക്കത്തില്ല, കാര്യം തീർന്നേ അദ്ദേഹത്തിന് സ്വസ്ഥത വരത്തുള്ളൂ. കാരണം ഇപ്പം വിഷയം ബോവസിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഇനിയും പ്രശ്നം പരിഹരിക്കേണ്ടത് ബോവസാണ്. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന പല വിഷയങ്ങൾ പലപ്പോഴും കടന്നു വരാം. ഈ സമയത്ത് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ: ദൈവത്തിങ്കിലേക്ക് എൻ്റെ വിഷയം അങ്ങ് കൊടുക്കുക. ദൈവത്തിൻ്റെ കയ്യിൽ എൻ്റെ വിഷയം കൊടുത്താൽ പിന്നെ ഞാൻ ആ വിഷയത്തെ ഓർത്ത് അസ്വസ്ഥമാകണ്ട, ഞാൻ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. കാരണം ഇത് തീർക്കാൻ കഴിവുള്ള ആളാണ് എൻ്റെ ദൈവം. നവോമി രൂത്തിനോട് പറയുന്നു, ബോവസിനെ കൊണ്ടത് കഴിയും, നീ സ്വസ്ഥമായിരിക്കെ, ആ ആൾ അത് തീർക്കും. അങ്ങനെയെങ്കിൽ ആ ബോവസ് ഒരു സാധാരണ മനുഷ്യൻ. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കണം, സർവശക്തൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എൻ്റെ പ്രശ്നം പരിഹരിപ്പാൻ ഞാൻ എൻ്റെ പ്രശ്നം സർവശക്തനോട് പറഞ്ഞാൽ അത് പരിഹരിക്കും വരെ ഞാൻ അസ്വസ്ഥമാകണ്ട, ഞാൻ ടെൻസ്ഡ് ആകണ്ട. എൻ്റെ ദൈവം എൻ്റെ പ്രശ്നം പരിഹരിക്കും. നമുക്കതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, എൻ്റെ പ്രശ്നം അങ്ങയുടെ കരങ്ങളിൽ തന്നു, ഇനി ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുന്നു, അങ്ങ് ഈ വിഷയം പരിഹരിക്കണമേ. വലിയവനായ കർത്താവ് അതിനെ ഇടവരുത്തട്ടെ. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലസ് യു.